സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി നോക്കാനായിട്ട് പോകുന്നത് എന്താണെന്ന് ഞാൻ മറന്നുപോയി. വീഡിയോയുടെ ടൈറ്റിലിനകത്ത് ഡെത്ത് ഓൺ വെക്കേഷൻ #1 വീഡിയോ കോംപ്ലിക്കേഷൻ. ഓ ശരിയടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അടിപൊളി ഒരു വീഡിയോ ആയിരിക്കും. അടിപൊളി കിണ്ണാച്ചി അത്രക്കൊന്നും വേണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ പൊളി ഒരു വീഡിയോ ആയിരിക്കും. ഞാൻ ഈ വീഡിയോ ശരിക്കും എന്തുവാന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്നത്തെ വീഡിയോ ചില അഹങ്കാരികൾ സ്വന്തമായിട്ട് മരണം വിളിച്ചു വരുത്തിയ കുറെ വീഡിയോസ് ആണ്. അപ്പം നമ്മൾ ഇന്ന് റോസ്റ്റ് വീഡിയോ അല്ല, റിയാക്ഷൻ വീഡിയോയാ. എനിക്ക് റിയാക്ഷൻ വീഡിയോ വലിയായിട്ട് ചെയ്യാൻ അറിയത്തില്ല, റോസ്റ്റായി പോവും. എന്തായാലും റോസ്റ്റ് എല്ലാവരും പോലൊക്കെ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് പോകാം. ഒത്തിരി നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ബെല്ല് ഞെക്കിക്ക്, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് വീഡിയോ. കാറല്ലേ അതിൻ്റെ മുഖം കാണിച്ച് തെറി വിളിച്ച്. ഒരു മിനിറ്റ്. 100% റിലയബിൾ. എന്താ ഞാൻ പറഞ്ഞത് തെറ്റെന്താ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾ നോക്ക്. 100% റിലയബിൾ ഓർഗാനിക് ജോക്ക്. കൊണ്ടുപോയി ചത്തവൻ. ഇതേണ്ടാ മൊട്ടത്തലയും പോകുന്നു. എടാ അവനൊന്നും ചത്തില്ലയോടാ? അവൻ ചത്തില്ല. അവന് ദൈവം ചവച്ച് തുപ്പിക്കൊടുത്ത ജീവിതമാ അത്. അവൻ ഇനിയെങ്കിലും ആ മൊട്ടത്തല നല്ലതിന് എന്തെങ്കിലും ഉപയോഗിച്ച് അവന് കൊള്ളാം, അല്ലെങ്കിൽ തലയടിച്ച് പൊട്ടിക്കും ആരേലും. ഓ നടുക്ക് സ്വപ്ന സഞ്ചാരമായിരുന്നു നടുക്ക്. നല്ല വില കൂടിയ ഒരു ബൈക്കാ അത് ആണെന്ന് തോന്നുന്നു. നല്ല വില കൂടിയ ഒരു കാറാ, ബെൻസാ. അത് പഴയ മോഡലാണേല്. ഇപ്പുറത്ത് ഓടിയ ഈ കോപ്പനെയൊക്കെ കൊണ്ടാ അത്രയും പേരെ നശിപ്പിച്ചവൻ. ഒന്നാലോചിച്ച് നോക്കി, ഒന്നും അറിയാതെ പിഞ്ചു പൈതങ്ങളെ പോലെ അതുവഴി പോയിക്കൊണ്ടിരുന്ന ബെൻസുകാരനും ഓടിക്കാരനും ഒരു തെണ്ടി വന്ന് ഇടിച്ചങ്ങ് കയറ്റി. അവന്മാരേതും പോയി. അവന്മാരറിഞ്ഞോ ഇത് എന്തേലും ഇങ്ങനെ നടക്കുമെന്ന്? ഇല്ല. ഇതൊക്കെയാ ദൈവത്തിന്റെ ഓരോ വിളയാട്ടങ്ങള്. ദൈവത്തിന്റെ അല്ല, ഈ കോപ്പന്റെ വിളയാട്ടങ്ങള്. അവനെ സ്വപ്ന സഞ്ചാരം കിട്ടി കൂട്ടത്തിൽ. അപ്പൊ ഈ വീഡിയോയിലാണ് ഇത് ആവശ്യമില്ലാത്തതിനെ ഭൂമിയിലോട്ട് തള്ളി വിട്ടാ ഇങ്ങനെ ഇരിക്കും. എടാ കുഞ്ഞെ, നോക്കി കണ്ടുമൊക്കെ പോണ്ടാടാ. എനിക്കും ഇങ്ങനൊരു ഇത് പറ്റിയിട്ടുണ്ട്. ഞാൻ കണ്ടില്ലായിരുന്നു. അതുപോലെ തന്നെ ഒരു ആട്ടോ ഫ്രണ്ട് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഒരൊറ്റ ചാട്ടം, കൊച്ചിലായിരുന്നു ഞാൻ, ഒരൊറ്റ ചാട്ടം ചെന്ന് നിന്ന് ഒരു ബുള്ളറ്റുകാരൻ്റെ ആയിരുന്നു. ബുള്ളറ്റിന് ഇങ്ങനൊരു സാധനം ഇരിപ്പില്ലേ, ഒരു 4 കമ്പി ഇങ്ങനെ അങ്ങോട്ട് ഇരിപ്പില്ലേ, അത് വന്നിട്ട് കാലിനൊരൊറ്റ അടി. എനിക്കൊന്നും പറ്റിയില്ല. ഞാൻ കൊച്ചായണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കരഞ്ഞു. ആ സമയം നമുക്ക് എല്ലാവർക്കും ഒരു വല്ലാത്തൊരു ഫീല് വരും, ഇത് സ്വപ്നമായിരുന്നെങ്കിൽ എന്ന് നമ്മൾ വിചാരിച്ചു പോകും. പക്ഷെ അത് ശരിക്കും നടന്നുപോയി. അവിടെ ചേച്ചിമാരൊക്കെ നോക്കി ഇപ്പോണ്ടായിരുന്നു. ഞാൻ വളരെയധികം ഗുളുകുളാന്നായി പോയൊരു നിമിഷമാണ് അത്. അങ്ങനെ ഞാൻ ഒന്നുകൂടെ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആയിട്ടുണ്ട്. ഞാൻ ടിക്ടോക്ക് വീഡിയോ ഉണ്ടാക്കിയപ്പം കണ്ടുപിടിച്ചു. ഞാൻ സത്യം പറയാം, ഞാൻ ശരിക്കും ടിക്ടോക്ക് വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയിട്ടതേ ഇല്ല. എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ആരെങ്കിലും എൻ്റെ ടിക്ടോക്ക് അക്കൗണ്ട് കണ്ടുപിടിക്കുമോ, എന്നിട്ട് അതിനകത്ത് ഈ വീഡിയോ എടുക്കുമോ, എന്നിട്ട് ടിക്ടോക്കിനെ ട്രോളുന്ന എന്നെ ഞാൻ ടിക്ടോക്ക് വീഡിയോ ഇട്ടെന്നും പറഞ്ഞ് ട്രോളുമോ എന്ന് എനിക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. എന്തായാലും അതൊന്നും നടന്നില്ല. ആരും കണ്ടിട്ടില്ല ആ വീഡിയോ. അത് നിങ്ങൾക്ക് കാണണോ? ഞാൻ കാണിച്ചു തരാം. എനിക്കൊരു നാണവും ഇല്ല, ഞാൻ കാണിച്ചു തരാം. പക്ഷെ അതിന് മുമ്പ് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അന്നത്തെ പോലെ വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ. നമുക്ക് വേറെ ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് അത്രയും മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ ഇന്ന് കാശും ഒന്നും വേണ്ട, നിങ്ങളുടെ സ്നേഹം മാത്രം എനിക്ക് മതി. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പഴയ ടിക്ടോക്ക് വീഡിയോ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഉറപ്പായിട്ടും കാണിക്കും. ഞാൻ തന്നെ എന്നെ റോസ്റ്റ് ചെയ്യാനായിട്ട് ഉണ്ടാക്കി തന്നു. ചപ്പാത്തി കണക്കിനെ ആയനെ അതിൻ്റെ ഇടയ്ക്ക്. എന്തോ അവിടെ ഇപ്പം നടന്നേ? റീവൈൻഡ്. ആ 2 അവന്മാരുടെ ഭാഗ്യം ഉണ്ടല്ലോ. എന്റെ ജീവിതം മൊത്തം എടുത്തു വെച്ച് നോക്കി എനിക്ക് അത്ര ഭാഗ്യം കാണത്തില്ല. ആ വണ്ടി എങ്ങാനും ഇടിച്ചിരുന്നെങ്കിൽ ആ നാട്ടിലെ 2 പാഴ്ജന്മങ്ങൾ നഷ്ടപ്പെട്ടേനെ.
അളിയാ ഇവിടെ എന്തുവാ സംഭവിച്ചേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആർക്കും വേണ്ടാത്ത രണ്ടെണ്ണം രക്ഷപ്പെട്ടു. കുറച്ചു പേർക്കെങ്കിലും ആവശ്യമുള്ള ഒരു സാധനം താഴെ വീണു. അങ്ങനൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞ. അവന്മാരെ ആർക്കെങ്കിലും ആവശ്യം കാണും. ചത്ത് 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 അതിന്റെ മണ്ടയ്ക്ക് കൂടെ കേറിയില്ലേ? ഒന്നുകൂടെ നോക്കട്ടെ. കേറി ഉറപ്പായിട്ടും കേറി കാണും. ഒരു കുഴപ്പമില്ല, പയറ് പോലെ നടന്നു പോകുന്നു. എടാ ഇതിന്റെ നെഞ്ചത്തൂടെ അല്ലയോ നേരത്തെ കേറിയത്? വഴിയില്ലല്ലോ, എന്താ ഇങ്ങനെ? ഓടാ, ടയറിന്റെ ഇടയ്ക്കല്ലയോ അത് കേറിയത്? പിന്നെന്താ ചാവാഞ്ഞേ? ഹെലികോപ്റ്റർ വരുവോ? അവിടെ തലയുടെ അടുത്തോട്ടാ വരുവോ? അവിടെ തലയത് കീച്ചി കളയുവോ? എന്റെ മോനെ, അവിടെ ധൈര്യമേ ഹെലികോപ്റ്ററിന്റെ കീഴിൽ വന്ന് നിൽക്കുന്നു. കോപ്പിറൈറ്റ് ഒഴിവാക്കാനാ കേട്ടോ, അല്ലെ കോപ്പിറൈറ്റ് കിട്ടും എനിക്ക്. എന്റെ കാശ് അവരടിച്ചോണ്ട് പോകും. നീ കസൊന്നും പറയണ്ട, നിനക്ക് ഭയങ്കര ധൈര്യമാണ്, സമ്മതിച്ചു കേട്ടോ. എന്നെയൊക്കെ അവിടെ കൊണ്ട് നിർത്തിയിരുന്ന അതിന്റെ കൂട്ടത്തിൽ ഞാൻ പറന്നു പോയനെ. അറബിക്കടലിൽ കിട്ടിയേനെ എന്നെയൊക്കെ. അവളവിടെ നിന്ന് തന്നെ സമ്മതിക്കണം. എന്നെ പോലെ ഒരാളെ അവിടെ നിർത്തി കഴിഞ്ഞാൽ വെയിറ്റിന്റെ കയ്യിൽ ഒരു ഏത്തക്കെങ്കിലും തന്നില്ലെങ്കിൽ ഞാൻ പറന്നു പോകും. ഒന്നും അറിയാം, കട്ട വീണ് തീർന്നേനെ. ആഹാ, അന്തസ്. ജസ്റ്റ് അവന്മാര് മരണത്തിനെ തൊട്ടടുത്ത് കണ്ടു. അതെന്തു? ഓ പോയി. അവന് നമ്മുടെ ഒരു അവനൊരാളുടെ ജീവൻ തന്നെ രക്ഷിച്ചു. ഇന്ന് അവന് വേണ്ടി ഇരിക്കട്ടെ ലൈക്ക്. ഗുണമുണ്ടാവുന്ന എനിക്കാണേലും അവന് വേണ്ടി ഇരിക്കട്ടെ ലൈക്ക്. കൂട്ടത്തിൽ ഇത്ര നേരമായിട്ട് നല്ലൊരു കാര്യം ചെയ്ത അവൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവന് എൻ്റെ വക ഒരു പുഷ്പം. അല്ല, ശരിക്കും അവൻ നല്ലൊരു കാര്യം തന്നെ ചെയ്ത്. എല്ലാവരും ഇങ്ങനെയൊന്നും നോക്കത്തില്ല, എല്ലാവരും അവരെ ചന്തി പൊക്കിക്കൊണ്ട് ഓടാനേ നോക്കത്തുള്ളൂ. അവൻ ഒരു ചന്തിയും കൂടെ രക്ഷിച്ചു. എന്റെ അനിയൻ വന്നു, വേണ്ടാന്ന് വെച്ച് മാറി. പുറകിന്ന് ചേട്ടൻ. എന്റെ ചെറുക്കനെ തടയാൻ. റോഡിൽ കൂടെ ഒക്കെ പോകാൻ നേരം നമ്മൾ ഒരു വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ അപ്പുറത്തോട്ട് അങ്ങ് ചാടും. എനിക്കും അത് ശീലമുള്ള. അങ്ങനെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഒരു അരമണിക്കൂർ റോഡിൽ അങ്ങ് നിന്നിട്ടായാലും അങ്ങ് ഉണ്ടാക്കി അപ്പുറത്ത് ചെന്നാൽ പോരെ. അതിനെന്തിനാ ഇത്ര കിടന്ന് പിടയ്ക്കുന്നത്? അതിന് വേണ്ടി ആൾക്കാരും കളിയാക്കും. അങ്ങനെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അവനായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ തോൽവി. നീ റോഡ് ക്രോസ് ചെയ്യാൻ താമസിച്ചെന്നും പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. അതിന്റെ ഒന്നിന്റെ ആവശ്യമില്ല. ജീവിതം പയ്യെ ആസ്വദിക്കണം. പയ്യെ. ഞാൻ വിചാരിച്ചു അവൻ്റെ മകുടം ഓടയുമെന്ന്. ഒന്നും പറ്റിയില്ല. മകുടം ഇടിച്ചോണ്ട് പോയേനെ. രക്ഷപ്പെട്ടു. എന്തായാലും മറ്റേ സാധനം പോയി അവൻ്റെ. ഏതാ? സ്കേറ്റ് ബോർഡ്. അത് ഇഞ്ചോടിഞ്ച് വ്യത്യാസത്തില് ഒരു 1 ഇഞ്ച് നീങ്ങിയായിരുന്നെങ്കിൽ അവൻ. ഓ, കരടി. ഓ, കരടി എന്ന് പറഞ്ഞാ കരടി എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ. ഞാനൊരു വീഡിയോ കണ്ടതെന്ന് ഞാൻ പറയും. യൂട്യൂബിൽ തന്നെ കണ്ട വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ചെറിയൊരു എന്തെങ്കിലും അടി നടക്കുന്ന വീഡിയോ ഒക്കെ ഞങ്ങളൊക്കെ എടുത്തിട്ട് യൂട്യൂബ് ഉടനെ അങ്ങ് റിമൂവ് ചെയ്യും. ഇൻഅപ്രോപ്രിയേറ്റ് കണ്ടന്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് യൂട്യൂബ് അങ്ങ് റിമൂവ് ചെയ്യും. ആ യൂട്യൂബിൽ തന്നെ കിടക്കുന്ന കുറച്ച് വീഡിയോസിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇടയ്ക്ക് എന്തൊക്കെയോ ഒരു രസത്തിന് ആനിമൽ അറ്റാക്ക് എന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഒരു കരടി അറ്റാക്കിന്റെ വീഡിയോ വന്ന് ഞാൻ ഒന്ന് കയറി ഞെക്കി. തേങ്ങ പൊതിക്കുന്ന പോലെ അതിട്ട് പൊതിക്കുമായിരുന്നു. ഞാൻ അത് കണ്ട് യൂട്യൂബ് ശരിക്കും റിമൂവ് ചെയ്യേണ്ടത്. അത് ഒരുമാതിരി എന്ന് പറഞ്ഞാൽ നമ്മൾ അന്നത്തെ ദിവസം പോക്ക അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മുഖം ഒന്നും ഇല്ലാതാക്കി കളഞ്ഞു. അപ്പൊ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. അപ്പൊ എന്റെ ടിക്ടോക്കിലെ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ഞാൻ ഉദ്ദേശിക്കുന്ന ടൈപ്പ് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് ആ ലൈക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, ലൈക്ക് കൗണ്ടും ഷെയർ ഒക്കെ ചെയ്ത് നിങ്ങൾ കയറ്റുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ടിക്ടോക്കിലെ ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇത്രയും പേരുടെ മുമ്പ്, എനിക്ക് ഏകദേശം 1 ലക്ഷം ആൾക്കാരെങ്കിലും കാണുന്നതായിരിക്കും. അത്രയും പേരുടെ മുമ്പ് എൻ്റെ പണ്ടത്തെ ടിക്ടോക്കിലെ അളിഞ്ഞ വീഡിയോ
ഞാൻ കാണിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ല് ഞെക്കിയിട്ട് ബെല്ല് ഓൾ ഇടുക, എങ്കിലേ എൻ്റെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഷെയർ ചെയ്യുക, എല്ലാം പറഞ്ഞല്ലോ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റ.